ഹായ് കൂട്ടുകാരി, ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര ദർശനം തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നതും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ എത്തിച്ചേർന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണേ. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കാണപ്പെടുന്ന പത്മതീർത്ഥക്കുളം, ഇത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ കാണുന്നതാണ്. അതിൻ്റെ വളരെയേറെ വലിപ്പമുള്ള ഒരു കുളമാണിത്. പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കുളമാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും പരിശുദ്ധം എന്ന് കരുതുന്ന കുളങ്ങളിലൊന്നാണ് ഇത്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതിലും ധാരാളം മീനുകളൊക്കെ ഉണ്ട്. ഈ കുളത്തിനുള്ളിലും ഏതാനും കൽമണ്ഡപങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്രയേറെ ചർച്ചയായി മറ്റൊരു ക്ഷേത്രം ഉണ്ടാകില്ല. നിർമ്മിതിയിലെ അത്ഭുതവും അതുപോലെ തന്നെ അളവറ്റ അമൂല്യനിധി, അസാധാരണമായ ചരിത്ര പശ്ചാത്തലം, ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇവിടെ എത്തുന്ന ഭക്തർക്ക് ചില പ്രത്യേക വേഷവിധാനത്തിലൂടെ മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കത്തുള്ളൂ. പുരുഷന്മാർക്ക് പാൻറ്റും ഷർട്ടും ഒന്നും ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ചുരിദാറും പാൻറ്റും ടോപ്പും അതൊന്നും അവിടെ അനുവദിക്കുകയില്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ അറിഞ്ഞ് ആ ഒരു രീതിയിൽ വരുന്നവരുണ്ട്, പക്ഷേ കൂടുതൽ പേരും അറിയാത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്കാണെങ്കിൽ പോലും അവിടെ അതെല്ലാം വാടകയ്ക്ക് ലഭ്യമാണ്. സാരി അവിടെ നമ്മൾ ചെറിയൊരു തുക കൊടുത്താൽ മതി, നമുക്ക് അത് സാരിയും പുരുഷന്മാർക്ക് മുണ്ടും അതുപോലെ തന്നെ ഒരു തോളത്തിടാൻ ഒരു നേരിയതും ഒക്കെ അവിടെ നിന്ന് കിട്ടും. ഇപ്പം നമ്മളിതൊക്കെ ചെറിയൊരു തുക വാടക കൊടുത്ത് അതുപോലെ തന്നെ അത് മേടിച്ച് നമുക്ക് അവിടെ നിന്ന് ധരിച്ച് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ക്ഷേത്രത്തിന് വെളിയിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഒന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വാച്ചും മൊബൈലും പേഴ്സും അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും അവിടെ സൂക്ഷിക്കാനുള്ള കൗണ്ടറുകളുണ്ട്. അപ്പോൾ അവിടെയും ചെറിയൊരു തുക നമ്മൾ അടയ്ക്കണം. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കരിങ്കല്ലിൽ തീർത്ത 100 അടിയിലേറെ ഉയരമുള്ള കുംഭഗോപുരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ജീവൻ തുടിക്കുന്ന അനേകം ശില്പങ്ങളും ഗോപുരത്തിനും ചൈതന്യ നിറവ് പകരുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അനന്തശയനത്തിലുള്ള വിഷ്ണുവാണ്. കിഴക്കേ കവാടത്തിലാണ് 7 നിലകളിലായുള്ള ഗോപുരം. വിഷ്ണുവിൻ്റെ ദശാവതാര കഥയാണ് ഗോപുരത്തിലാകെ ശില്പങ്ങളായി നിറഞ്ഞിരിക്കുന്നത്. 18 അടി നീളമുള്ള വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം ഭക്തർക്ക് കാണാനാവുക 3 കവാടങ്ങളിലൂടെയാണ്. ആദ്യത്തേതിൽ ഭഗവാന്റെ ശിരസും കൈകളും, നടുക്കത്തേതിൽ നാഭിഭാഗം, അവസാനത്തേത് പാദഭാഗം. 1000 ക്ഷേത്രങ്ങളുടെ ചൈതന്യം വിഗ്രഹത്തിനടുത്തുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ഈ ഒരൊറ്റ വീഡിയോയിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ ചുമർ ചിത്രങ്ങൾ, ഒറ്റക്കൽ മണ്ഡപം, അതുപോലെ തന്നെ കൽത്തൂണുകളൊക്കെ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ശീവേലിപ്പുര, ദീർഘചതുരാകൃതിയിലുള്ള ശീവേലിപ്പുരയ്ക്ക് 365 കൽത്തൂണുകളുണ്ട്. അപ്പം നമ്മൾ ക്യൂ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഈ ശീവേലിപ്പുരയിലൊക്കെ ക്യൂ നിന്നിട്ടാണ്. അതിൻ്റെ ഒരു ഭാഗത്തു കൂടി അപ്പോൾ ഒരുപാട് ക്യൂ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ രീതി തന്നെയാണ്. നമുക്ക് അകത്തോട്ട് പോകുന്തോറും ഒരുപാട് കാഴ്ചകൾ, കണ്ണിന് കൗതുകരമായിട്ടുള്ള ഒരുപാട് ചുമർ ചിത്രങ്ങൾ, അതുപോലെ തന്നെ കരിങ്കല്ലിൽ കൊത്തിയിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. 6 നിലവറകളിലായി സൂക്ഷിച്ച നിധിയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടുത്തെ കുറച്ച് പ്രത്യേകതകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും ഒക്കെ ഒരുപാടുണ്ട് പറയാനും, പക്ഷെ കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അടുത്ത
പുതിയ പുതിയ നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കേ.